പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് സെക്കൻഡ് പാർട്ട് പരിചയപ്പെടാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അവിടെ നമ്മൾ ഫോർമേഷൻ ഓഫ് ബിലിറുബിൻ ആൻഡ് ഇറ്റ്സ് എക്സ്ക്രീഷൻ, ടൈപ്സ് ഓഫ് ജോണ്ടിസ്, എസ്റ്റിമേഷൻ ഓഫ് ബിലിറുബിൻ തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുകയുണ്ടായി. ലിവറിന്റെ പ്രവർത്തനങ്ങൾ നോർമൽ ആണോ എന്നും എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് എന്താണ്, ഏത് സ്റ്റേജിലാണ് എന്നെല്ലാം ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റിനെയാണ് LFT എന്ന് പറയുന്നതെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് LFTയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് വരാം. LFTയിൽ ഉൾപ്പെടുന്ന അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ആണ് എസ്റ്റിമേഷൻ ഓഫ് ടോട്ടൽ പ്രോട്ടീൻ. സിറം കണ്ടെയ്ൻസ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ്. ആൽബുമിൻ, ഗ്ലോബുലിൻ എന്നീ പ്രോട്ടീൻസ് ആണ് ഇതിൽ കൂടുതൽ കാണപ്പെടുന്നത്. ആൽബുമിൻ, ബ്ലഡ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് തുടങ്ങി പല പ്രോട്ടീൻസും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും ലിവറിലാണ്. നോർമൽ സിറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഇസ് 6 to 8 gram%. ഗർഭിണികളിലും തീരെ ചെറിയ കുഞ്ഞുങ്ങളിലും പ്രോട്ടീൻ ലെവൽ കുറവായി കാണുന്നു. ബയോറെറ്റ് മെത്തേഡ്, ജെൽഡാൽസ് മെത്തേഡ് എന്നിവ സിറം പ്രോട്ടീൻ എസ്റ്റിമേഷന് ഉപയോഗിക്കുന്നു. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേഷൻ ഇസ് ബയോറെറ്റ് മെത്തേഡ്. ഇവിടെ ബയോറെറ്റ് റിയേജന്റിലെ ക്യുപ്രിക് അയോൺസ് ആൽക്കലൈൻ മീഡിയത്തിൽ പ്രോട്ടീനുമായി റിയാക്ട് ചെയ്ത് പർപ്പിൾ കളേർഡ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. സാമ്പിളിന്റെ പ്രോട്ടീൻ കോൺസെൻട്രേഷന് ആനുപാതികമായി പർപ്പിൾ കളർ ഫോം ചെയ്യുന്നു. പ്രൊസീജിയറിന് ആവശ്യമായ കാര്യങ്ങൾ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കുക. ബയോറെറ്റ് റിയേജന്റ്, സ്റ്റാൻഡേർഡ് പ്രോട്ടീൻ സൊല്യൂഷൻ 6 gram% ആൻഡ് സിറം സാമ്പിൾ. വളരെ സിമ്പിൾ ആയ പ്രൊസീജിയർ ആണ് ബയോറെറ്റ് മെത്തേഡ്. ടെസ്റ്റ്, സ്റ്റാൻഡേർഡ്, ബ്ലാങ്ക് എന്നിങ്ങനെ ലാബൽ ചെയ്ത ടെസ്റ്റ് ട്യൂബ്സ് എടുക്കുക. 3 ട്യൂബിലേക്കും വർക്കിംഗ് റിയേജന്റ് 1 ml വീതം പിപ്പറ്റ് ചെയ്യുക. Then 20 microliter sample to the tube T, 20 microliter standard solution to the tube S and 20 microliter distilled water to the tube B. കണ്ടൻസ് നന്നായി മിക്സ് ചെയ്ത ശേഷം 37 degree centigrade 10 minutes ഇൻക്യുബേറ്റ് ചെയ്യുന്നു. Then read the absorbance using green filter. Absorbance of test by absorbance of standard into 6 എന്ന ഫോർമുല ഉപയോഗിച്ച് സിറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഇൻ gram% കാൽക്കുലേറ്റ് ചെയ്യാം. നോർമൽ വാല്യൂ 6 to 8 gram% എന്ന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തു. സിവിയർ ഡീഹൈഡ്രേഷൻ, മൾട്ടിപ്പിൾ മൈലോമ, ക്രോണിക് ഇൻഫെക്ഷൻസ്, ക്രോണിക് ലിവർ ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നിവയിൽ സിറം ടോട്ടൽ പ്രോട്ടീൻ ലെവൽ ഉയർന്നു കാണുന്നു. ഡിക്രീസ്ഡ് സിറം പ്രോട്ടീൻ ലെവൽ കാണുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം, ഹൈപ്പർ തൈറോയിഡിസം, പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ തുടങ്ങിയവയിലാണ്. സിറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷന്റെ 50% ആൽബുമിൻ ആണ്. പ്ലാസ്മ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ബിലിറുബിൻ, ഫാറ്റി ആസിഡ്, ഹോർമോൺസ് തുടങ്ങിയ സബ്സ്റ്റൻസസിന്റെ ട്രാൻസ്പോർട്ടിനുമൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഡൈ ബൈൻഡിംഗ് മെത്തേഡ്, ബ്രോമോക്രിസോൾ ഗ്രീൻ BCG മെത്തേഡ്, സോൾട്ടിംഗ് ഔട്ട് ടെക്നിക് എന്നിവയാണ് ആൽബുമിൻ എസ്റ്റിമേഷന് ഉപയോഗിക്കുന്നത്. Commonly used method for serum protein estimation is BCG method. ഇതിൽ ആൽബുമിൻ BCGയുമായി 4.2 pH കൂടിച്ചേർന്ന് ഗ്രീനിഷ് ബ്ലൂ കളർ ഫോം ചെയ്യുന്നു. And the color formed is directly proportional to the amount of albumin present in the sample. BCG reagent 4 gram% standard protein solution, serum sample ഇത്രയുമാണ് ടെസ്റ്റിന് ആവശ്യമായ കാര്യങ്ങൾ. നമുക്ക് ടെസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കാം. Take 3 test tubes and label as T, S and P. എല്ലാ ട്യൂബിലേക്കും 1 ml വീതം വർക്കിംഗ് റിയേജന്റ് പിപ്പറ്റ് ചെയ്തെടുക്കുക. 10 microliter സാമ്പിൾ T എന്ന് ലേബൽ ചെയ്ത ട്യൂബിലേക്കും 10 microliter സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ടു ദ ട്യൂബ് S and 10 microliter distilled water to the tube B. എല്ലാ ട്യൂബ്സിലെയും കണ്ടൻസ് മിക്സ് ചെയ്ത ശേഷം 37 degree centigrade 5 minutes ഇൻക്യുബേറ്റ് ചെയ്യുക. Then read the absorbance using red filter. Serum albumin concentration in gram%, absorbance of test by absorbance of standard into 4 എന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടെത്താം. നോർമൽ ആൽബുമിൻ വാല്യൂ 3.5 to 4.9 gram%. Chronic liver cirrhosis,
നെഫ്രോട്ടിക് സിൻഡ്രോം, മാൽന്യൂട്രീഷൻ എന്നിവയിൽ ഡിക്രീസ്ഡ് ആൽബുമിൻ ലെവൽ കാണപ്പെടുന്നു. ആൽബുമിൻ കഴിഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീൻസിൽ കൂടുതലായി കാണുന്നവയാണ് ഗ്ലോബുലിൻസ്. ലിവർ ഫംഗ്ഷനിങ്ങുമായും ശരീരത്തിന്റെ ഡിഫൻസ് മെക്കാനിസമായും ബന്ധപ്പെട്ട പ്രോട്ടീൻസ് ആണ് ഗ്ലോബുലിൻസ്. ടോട്ടൽ പ്രോട്ടീൻ വാല്യൂവിൽ നിന്നും ആൽബുമിൻ വാല്യൂ മൈനസ് ചെയ്താണ് ഗ്ലോബുലിൻ ലെവൽ കണ്ടെത്തുന്നത്. നോർമൽ വാല്യൂ 2 to 3.5 gram/. സാധാരണയായി ആൽബുമിൻ ഗ്ലോബുലിൻ അനുപാതം AG റേഷ്യോ 2:1 ആയാണ് കാണപ്പെടുന്നത്. അതായത് ആൽബുമിൻ കോൺസെൻട്രേഷന്റെ ഏകദേശം ഹാഫ് ആയിട്ടാണ് ഗ്ലോബുലിൻ ലെവൽ കാണുന്നത്. ഈ റേഷ്യോ കുറയുന്നതും റിവേഴ്സ് ആയി കാണുന്നതും ലിവർ ഡിസീസസിന്റെ സൂചനയാവാം. സോ AG ratio may be considered as an indicator of liver disease. ലിവർ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളാണ് അസ്പാർട്ടേറ്റ് ട്രാൻസമിനേസ് AST, അലാനിൻ ട്രാൻസമിനേസ് ALT, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ALP എന്നിവ. സാധാരണയായി ട്രാൻസമിനേസ് എൻസൈംസിനെ SGOT, SGPT എന്നുള്ള പേരുകളിൽ അറിയപ്പെടുന്നു. ഇവയുടെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ ഉയരുന്നത് ലിവർ സെൽ ഡാമേജ് ഓർ ഹെപ്പറ്റൈറ്റിസിന്റെ സൂചനയാണ്. So, determination of these enzymes in serum helps in the assessment of type and progress of liver diseases. Colorimetric, spectrophotometric, chemiluminescence, fluorescence എന്നീ മെത്തേഡ്സ് ഉപയോഗിച്ച് ലിവർ എൻസൈംസ് ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. ലിവറിൽ രോഗത്തിന്റെ സാന്നിധ്യം, ഏതു ടൈപ്പ് ലിവർ ഡിസീസ് ആണ്, എത്രമാത്രം പ്രോഗ്രസ് ചെയ്തു എന്നെല്ലാം കണ്ടെത്താനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ആണ് LFT എന്ന് മനസ്സിലാക്കിയല്ലോ. സിറം ബിലിറുബിൻ, അതിൽ ടോട്ടൽ ആൻഡ് ഡയറക്റ്റ് ബിലിറുബിൻ എസ്റ്റിമേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് സിറം പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, AG റേഷ്യോ എന്നിവയും വിശദമാക്കി. ഒപ്പം LFTയുമായി ബന്ധപ്പെട്ട എൻസൈമുകളും അവയുടെ നോർമൽ വാല്യൂസ്, മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നിവയും മെൻഷൻ ചെയ്തു. LFTയുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ LFT എന്ന ചാപ്റ്റർ അവസാനിക്കുന്നു. പ്രസന്റേഷൻ ഫോളോ ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതട്ടെ. LFT ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ടിനൊപ്പം തന്നിരിക്കുന്ന നോട്ട്സും പ്രസന്റേഷനൊപ്പം തന്നെ ശ്രദ്ധയോടെ പഠിക്കാൻ മറക്കരുത്. ഇനി അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, താങ്ക് യു.